വയനാടിനായി കൈകോർത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളും തങ്ങളുടെ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം ശേഖരിച്ചു വയനാട് ദുരിതബാധിതർക്ക് നൽകുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തുക മന്ത്രി MP രാജേഷ് ഏറ്റുവാങ്ങി. ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികളുടെ യോഗത്തിൽ വെച്ചാണ് 80,000 രൂപ കൈമാറിയത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ മുന്നണി പോരാളികളായ ഹരിതകർമ്മ സേനാംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ഈ വർഷം മേഖലയിൽ ഏറ്റെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിനുമായി ചേർന്ന ഹരിതകർമ്മ സേന കൺസോർഷ്യം ഭാരവാഹികളുടെ യോഗം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി അപ്രതീക്ഷിതമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗത്തിനായി ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിലെത്തിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം ശേഖരിച്ച് വയനാട് ദുരിതബാധിതർക്ക് നൽകുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെയും PV ശ്രീനിജൻ MLAയുടെയും സാന്നിധ്യത്തിൽ മന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് സഹായമെത്തിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം. ഏറ്റവും ആധികാരികമായ, സുതാര്യമായ, വിശ്വാസ്യതയുള്ള സംവിധാനം, സർക്കാരിൻ്റെ ഔദ്യോഗികമായ സംവിധാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സംഭാവന ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരിതകർമ്മസേന ബ്ലോക്ക് തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു. അസംഘടിത വെൽഫെയർ ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ക്ഷേമനിധി സംബന്ധിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TM റജീന, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ S രഞ്ജിനി, ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ KK രവി, കുടുംബശ്രീ ADM C അമ്പിളി തങ്കപ്പൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ PA അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാടും വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.